ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 4 EVSലെ 3rd ചാപ്റ്ററാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗം തൊട്ടാണ് പറയാൻ പോകുന്നത്. ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്, കുറച്ച് പക്ഷികളൊക്കെ അവരെ കൂട്ടിലിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പക്ഷികളും ഏതൊക്കെ കാറ്റഗറിയിൽ വരുമെന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷികളുടെ പേരും എഴുതണം, അതുപോലെ അവർ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നും. അപ്പോൾ ഒരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്, നെക്ടർ സക്കേഴ്സ്. നെക്ടർ സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേനൊക്കെ കുടിച്ച് പൂക്കളിൽ വരുന്ന തേനും അതൊക്കെ ഭക്ഷിക്കുന്നവരെയാണ് നമ്മൾ നെക്ടർ സക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? സൺബേർഡും ഹമ്മിങ് ബേർഡും നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമതായിട്ട് കാണുന്ന ചിത്രം ഫ്രൂട്ട്സ് ആണ് ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് എന്ന് നമുക്ക് പറയാം. അതിന് എക്സാമ്പിളായിട്ട് ബാർബറ്റും പാരറ്റും ബുൾബുളും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഏതാ പറയണേന്ന് നോക്കാം. മൂന്നാമതായിട്ട് എന്താ കാണിച്ചിട്ടുള്ളത്? ഇൻസെക്ട്സിനെയാണ് അവർ കഴിക്കുന്നത്. സോ ഇൻസെക്ട് ഈറ്റിംഗ് ബേർഡ്സ്, അതിനെ പറയണത് ഇൻസെക്ടിവോസ് എന്നാണ് കേട്ടോ. അതിന് എക്സാമ്പിൾ മൈന, വുഡ്പെക്കർ, റോബിൻ. ഓക്കെ, ഇത്രയും കൊടുക്കാം. നാലാമത് സീഡ് ഈറ്റിംഗ് ബേർഡ്സ് ആണ്. അതിന് നമ്മൾ പറയുക ഗ്രാനിവോസ് എന്നാണ് കേട്ടോ. എക്സാമ്പിളായിട്ട് സ്പാരോയും വെവർ ബേർഡും പറയാം. ഓക്കെ, അഞ്ചാമതായിട്ട് കാർണിവോറസ് ബേർഡാണ്. എക്സാമ്പിൾ ഈഗിള്, വൾച്ചർ, കൈറ്റ്. ആറാമതായിട്ട് ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ് ആണ്. അതിനെ പറയണത് പിസിവോസ് എന്നാണ് കേട്ടോ. PISCIVORES, പിസിവോസ്. എക്സാമ്പിളായിട്ട് കിങ് ഫിഷറും എഗ്രറ്റും നമുക്ക് പറയാം. ഓൾറെഡി ഹെറോണും സ്റ്റോക്കും അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആർ ദ സൈസ് ആൻഡ് ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ് ഇൻ ഓൾ ദ നെസ്റ്റസ് ആർ സെയിം. ഇപ്പം നമ്മുടെ എല്ലാ കൂട്ടിലുള്ള ബേർഡ്സിൻ്റെയും എന്താ പറയുന്നത്, സൈസും ഷേപ്പും സെയിം ആണോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും എന്തുണ്ട്, ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. നമുക്ക് സെയിം ആണെന്നൊന്നും പറയാൻ പറ്റില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ് ഫോർ കളക്ടിങ് ഫുഡ് കളക്ട് ചെയ്യുന്നതിൽ ബേർഡ്സിൻ്റെ അഡാപ്റ്റേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമുക്കറിയാം എല്ലാത്തിൻ്റെയും സൈസ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അഡാപ്റ്റേഷൻ എന്ന് പറയണത് എന്താണ്, ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ വേണം, ബീക്ക് എന്തൊക്കെ നോക്കും, ബീക്ക് ഷേപ്പ് നോക്കും. ബീക്ക് ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് ഫീറ്റ് ആൻഡ് ക്ലോസ്, കാലും വിരലും കേട്ടോ. ഓക്കെ, പിന്നെ ഫ്ലൈറ്റ് എബിലിറ്റി, പറക്കാൻ പറ്റുന്ന എബിലിറ്റി. പിന്നെ വിഷൻ, അവരുടെ കാഴ്ച. അവർ കഴിക്കുന്ന ഭക്ഷണം എരാന്ന് പറയും, അത് എത്ര ദൂരത്താണെന്ന് അവർക്ക് കാണാൻ അറിയണം അല്ലേ. പിന്നെ ടങ്ക് കേട്ടോ. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ പോയിന്റിൽ പറയേണ്ടത്. അടുത്തത് ഡ്രോ ആൻഡ് മാച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഡക്കാണ് അല്ലേ. ഡക്ക് റൈറ്റ് സൈഡിൽ 1 2 3 4 5 5th ഇമേജ് ആയിട്ട് ഡക്ക് വരും. സെക്കൻഡ് നമ്മുടെ കിങ് ഫിഷർ ആണ്. കിങ് ഫിഷർ റൈറ്റ് സൈഡിലത്തെ തേർഡ് വൺ അല്ലേ. അതേ ഇപ്പോൾ കണ്ണില്ലേ, തേർഡ് നമ്മുടെ ഈഗിളാണ്. അത് നമ്മുടെ ഫസ്റ്റ് വൺ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ കൊക്കാണ് അല്ലേ. കൊക്ക്. അപ്പോൾ അത് ഏത് വരും, ഇപ്പുറത്തെ സൈഡിലെ സെക്കൻഡ് ആയിട്ട് വരും. ഫിഫ്ത്ത് വൺ വുഡ് പെക്കറും മരംകൊത്തിയാണ്. അത് ലാസ്റ്റത്തേന് തൊട്ട് മുന്നത്തായിട്ടുള്ള ഇത് വരും കേട്ടോ. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുക. ഇനി ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റ് എന്നാണ് പറയുന്നത്. വേർ ക്യാൻ സീ ദ ബേർഡ്സിന് നമുക്ക് എവിടെയൊക്കെ കാണാം? ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്, നിയർ ദ പോണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെയൊക്കെ കാണാം? ഹോംസിൽ കാണാം, പാർക്കിൽ കാണാം, ഗാർഡൻസിൽ കാണാം, ഫീൽഡ്സിൽ കാണാം, ഫോറസ്റ്റിൽ കാണാം, ഹിൽസിൽ കാണാം, വാട്ടർ ബോഡീസിൽ കാണാം. ഓക്കെ, അടുത്തത് പറയുന്നത് നെയിം ദ ബേർഡ് സീൻ ഇൻ വാട്ടർ റിച്ച് പ്ലേസസ്. വെള്ളമുള്ള സ്ഥലത്ത് കാണുന്ന ബേർഡ്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഏതൊക്കെ നമുക്ക് പറയാം? ഡക്ക് പറയാം, കിങ് ഫിഷർ പറയാം, ഫ്ലെമിംഗോ പറയാം, സ്വാൻ പറയാം, ടീൽ പറയാം, ഐബീസ് പറയാം. ഇത്രയും കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യാം കേട്ടോ. വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്, അങ്ങനെ വെള്ളമുള്ള സ്ഥലത്ത് കാണുന്ന ബേർഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വെബ്ബഡ് ഫീറ്റ്, കുറച്ച് വിരിഞ്ഞ് നല്ല രീതിയിലുള്ള ഫീറ്റ് ആയിരിക്കും. കാരണം എന്താ, ഒരു വെള്ളത്തിലാണല്ലേ നടക്കുന്നത്, അപ്പോൾ സ്വിം ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും. അടുത്തത് ലോങ് ലെഗ്സ്, അവരുടെ ലെഗിന് നല്ല നീട്ടായിരിക്കും. തേർഡ് ലോങ് ബീക്സ്, നമുക്കറിയാം മീനൊക്കെ കൊത്തി പിടിക്കേണ്ടത്, അപ്പോൾ ബീക്സ് ഒക്കെ നല്ല ലോങ് ആയിരിക്കും. ഫോർത്ത് വാട്ടർ പ്രൂഫ് ഫെദേഴ്സ്, അതായത് വെയിലും മഴയൊക്കെ ഇവർ കൊള്ളണത്, അപ്പോൾ അത് ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ പ്രൂഫ് ഫെദേഴ്സ്. പിന്നെ ഷാർപ്പ് വിഷൻ, നല്ല രീതിക്ക് തന്നെ കാണണം അല്ലേ, അവരുടെ ഇര എവിടെയാണെന്ന് കാണണം. ഓക്കെ, നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ.
സ്ട്രക്ചർ. എല്ലാ ബേർഡ്സിനും സെയിം ബോഡി സ്ട്രക്ചർ അല്ല എന്നാണ് പറയുന്നത്. സം ഹാവ് ലോങ് പോയിൻറ്റഡ് ബീക്ക് ആൻഡ് ലോങ് ലെഗ്സ്. ചിലർക്ക് എന്താണ് ലോങ് വലിയതും പോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബീക്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ വലിയ കാലുകൾ ഉണ്ടാവും. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ്. ഇവരുടെ ബോഡി സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ ഫുഡ് കളക്ട് ചെയ്യുന്ന രീതികൾ. ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയ ഹാവ് ഓയിലി ഫെദേഴ്സ്. ഇതുപോലെ വെള്ളമുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ പ്രേനെ പിടിക്കുന്ന ബേർഡ്സിന് എന്ത് ഫെദർ ആയിരിക്കും? ഓയിലി ഫെദർ. അതിന് വാട്ടർ പ്രൂഫ് ഫെദർ എന്ന് പറഞ്ഞത് കേട്ടോ. അടുത്തത് നൊക്ടേണൽ ബേർഡ്സ് എന്താണെന്ന് നോക്കാം. ഔൾ, നമ്മുടെ മൂങ്ങേനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. ഔൾസ് സ്ലീപ്പ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ്. രാവിലെ മുഴുവൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും, രാത്രിയാകുമ്പോൾ എരേനെ പിടിക്കാൻ ഇരിക്കും. ആര്? നമ്മുടെ മൂങ്ങ. ദേ ഹാവ് എ ഫെതേർഡ് കോട്ട് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹണ്ടിങ് അറ്റ് നൈറ്റ്. അവർക്ക് എന്താ ഉള്ളത്? ഫെതേർഡ് ആയിട്ടുള്ള ഒരു ഫെതേർഡ് കോട്ടാണുള്ളത്. എന്തിനാണത്? നൈറ്റിൽ ഹണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഡസ് നോട്ട് മേക്ക് സൗണ്ട് വൈൽ ഫ്ലൈ. അതുള്ളത് കൊണ്ട് തന്നെ ഇവർ ഫ്ലൈ ചെയ്യുമ്പോൾ, പറക്കുമ്പോൾ സൗണ്ട് വരില്ല. ദ ഫോറസ്റ്റ് ഔൾ ക്യാച്ചസ് സ്മോൾ ക്രീച്ചേഴ്സ്. അതായത് കാട്ടിലുള്ള മൂങ്ങകളൊക്കെ എന്താ കഴിക്കുക? സ്മോൾ ചെറിയ ചെറിയ ജീവജാലങ്ങളാണ്. ദ ബാൺ ഔൾ, അതിനെ പറയണ വേറൊരു പേരാണ് സിൽവർ ഔൾ. ഈറ്റ് മൈസ് ആൻഡ് ബാൻഡിക്കൂട്ട്സ്. അത് നമ്മളെ പെരിച്ചായിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിക്കുക. ദ ഫിഷ് ഔൾ ഹൺസ് ഫിഷ് ആൻഡ് നൈറ്റ് ജാർ ഈറ്റ് ഫീൽഡ് മൈസ്. അപ്പോൾ ഫിഷിനെ കഴിക്കുന്ന ഔളുണ്ട്, പിന്നെ അതുപോലെ നൈറ്റ് ജാർ എന്താ കഴിക്കുന്നത്? ഫീൽഡ് മൈസിനെയാണ് കഴിക്കുന്നത്. ഓൾ ഓഫ് ദീസ് ആർ നക്ചുറൽ ബേർഡ്സ്. അപ്പോൾ പലതരം മൂങ്ങകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അവയെല്ലാം നക്ചുറൽ ബേർഡ്സ് ആണെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നെസ്റ്റസിനെ പറ്റി, ഓരോന്നിൻ്റെയും കൂടുകളെ പറ്റിയാണ്. നമുക്കറിയാം അല്ലേ, പല പല കൂടുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റസ്. ഹാവ് യു നോട്ടീസ് ദ നെസ്റ്റ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് us? നമുക്ക് ചുറ്റുമുള്ള ബേർഡ്സിൻ്റെ കൂടുകളൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറെൻറ്റ്? ഏതെല്ലാം രീതിക്കാണ് അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസർ. അപ്പോൾ അടിയിലൊരു ബോക്സ്, ഈ ഒരു ബോക്സ് ആണ് കേട്ടോ ഫില്ല് ചെയ്യേണ്ടത്. ബോക്സ് അല്ല, ഈ ഒരു സർക്കിൾ കൊടുത്തിട്ടുള്ളത്. 2 പോയിന്റ് അവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്ലേസസ് വേർ ദേ ഫൗണ്ട്, അവർ കാണുന്ന പ്ലേസ്. പിന്നെ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, അവർ ഓരോ കൂടുണ്ടാക്കാനും ചിലർ ഇല വെച്ചിട്ട്, ചിലർ വള്ളിക്കമ്പ് വെച്ചിട്ട്, സ്റ്റെമ്മിൻ്റെ പാർട്സ് വെച്ചിട്ട്, അങ്ങനെ ഓരോന്ന് വെച്ചിട്ടാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതി പറയാം? അടുത്തത് ഏത് രീതിയിൽ ഡിഫറെൻ്റ് ആണ്? ഷേപ്പ്, ബേസ്ഡ് ഓൺ ഷേപ്പ് 1 പോയിന്റ് കൊടുക്കാം. പിന്നെ മെറ്റീരിയൽസ് യൂസ്ഡ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ 1 പോയിന്റ് കൊടുക്കാം. പിന്നെ സൈസ് കൊടുക്കാം. പിന്നെ കൺസ്ട്രക്ഷൻ സ്കില്ല്. അപ്പോൾ ഇതൊക്കെ ഓരോ ബബിൾസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക കേട്ടോ. ഒബ്സർവ് ദെയർ പിക്ചർ. വാട്ട് ബേർഡ്സ് ആർ ദീസ്? ഏതൊക്കെയാണ് ഈ ബേർഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ ഹെന്നിൻ്റെ മുട്ടയാണ് അല്ലേ, കോഴിമുട്ടയാണ്. അപ്പോൾ അത് ഹെന്നെന്ന് പറയാം. സെക്കൻഡ് കാടമുട്ട, കാട എന്ന് പറയും. സോ കൊയൽ QUAIL ആണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ. പിന്നെ എമൂൻ്റെ എഗ്ഗാണ് കൊടുത്തിട്ടുള്ളത്. ഡക്കിൻ്റെ എഗ്ഗ് കുറച്ചും കൂടി, നമ്മുടെ ഹെന്നിൻ്റെ എഗ്ഗിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഡക്കിൻ്റെ എഗ്ഗ്. പിന്നെ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് ഏറ്റവും വലിയ എഗ്ഗാണ് ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് കേട്ടോ. പിന്നെ ക്രോയുടെ ഒരു ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡ് വരും. കുക്കുവിൻ്റെയും സെയിം ആണ്, കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ, കുറച്ച് പുള്ളി കളർ ഉണ്ടാവും. ഇൻ വാട്ട് വേസ് ടു ബേർഡ്സ് എഗ്ഗ് ഡിഫറെൻറ്റ്? ബേർഡ്സിൻ്റെ എഗ്ഗ് ഏതെല്ലാം രീതിക്കാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ഒന്ന് അവർ കൊടുത്തിട്ടുണ്ട് സൈസ് എന്ന്. സെക്കൻഡ് നമുക്ക് കളർ പറയാം. തേർഡ് നമുക്ക് ഷേപ്പ് പറയാം. പിന്നെ നമുക്ക് ഷെൽ ടെക്സ്ചർ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം വെച്ചിട്ട് നമുക്ക് ആ ഭാഗം ഫില്ല് ചെയ്യാം. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റസ് ആൻഡ് ദെയർ എഗ്സ്. അപ്പോൾ പല ബേർഡ്സും അവരുടെ നെസ്റ്റസും അവരുടെ എഗ്സിൻ്റെയും പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആൽബം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ബേർഡ്സ് നെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഷേപ്പ്, സൈസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ലൊക്കേഷൻ, നെസ്റ്റിംഗ് മെത്തേഡ് ആൻഡ് ദെയർ എഗ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലേ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഇനി ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ബേർഡാണ് ഓസ്ട്രിച്ച്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എഗ് ഏതിൻ്റെ ആയിരിക്കും? ഓസ്ട്രിച്ചിൻ്റെ ആയിരിക്കും. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. ഓൾതോ ഇറ്റ് ഹാസ് വിങ്സ് ഇറ്റ് കനോട്ട് ഫ്ലൈ. അതിന് വിങ്സ് ഉണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓസ്ട്രിച്ച് എഗ് വെയ്റ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. അപ്പോൾ ഓസ്ട്രിച്ചിൻ്റെ മുട്ട 1.5 kilogram വരെ വെയിറ്റ് ഉണ്ടാവും. മോർ ഓവർ ഇറ്റ് ആൾസോ ഹാസ് ദ ലാർജസ്റ്റ് ഐ എമംഗ്
ഓൾ എനിമൽസ് ലിവിങ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഏറ്റവും വലിയ ഐസും ഉള്ളത് ആർക്കാണ്? ഓസ്ട്രിച്ചിനാണ്. അടുത്തത് മൈഗ്രേറ്ററി ബേർഡ്സ്, അതായത് ഇടയ്ക്ക് മാത്രം വന്ന് സീസണിൽ വരുന്ന ബേർഡ്സിനെ നമുക്ക് പറയാം അല്ലേ. ആദ്യം ഗ്രീൻ വാർബ്ലർ, ഇന്ത്യൻ പിറ്റ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ, ഇന്ത്യൻ ഗോൾഡൻ ഒറിയോള, പസഫിക് ഗോൾഡൻ plover, forest wagtail. Do we always see all these birds shown in the picture? ഈ പിക്ചറിൽ കാണുന്ന ബേർഡ്സിനെയൊക്കെ നമ്മൾ എപ്പോഴും കാണാറുണ്ടോ? ഡു വി ഓൾവേസ് ഹിയർ ദെയർ സൗണ്ട്? നമ്മൾ കാണാറുണ്ടെങ്കിലാണ് അത് കേൾക്കുക. സൗണ്ട് എങ്ങാനും കേൾക്കാറുണ്ടോ? ഇല്ല. വാട്ട് കുഡ് ബി ദ റീസൺ? നോയാണ്. എന്താണ് റീസൺ നോക്കാം. Some species of birds migrate from one place to another in large number to escape from adverse weather condition to obtain food and for breeding. ചില സ്ഥലത്ത് ചില സമയത്ത് മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ബേർഡ്സ് വരിക. കാരണം അവർക്ക് നമ്മുടെ ക്ലൈമറ്റ് പിടിക്കണമെന്നില്ല. പറ്റുന്ന ക്ലൈമറ്റ് ആണെങ്കിൽ അവരിവിടെ നിൽക്കും, അല്ലാത്ത സമയത്ത് ആ ക്ലൈമറ്റ് പറ്റാണ്ടാകുമ്പോൾ അവരിവിടുന്ന് പോവും. ഓക്കെ, വെൻ ദ വെദർ ബിക്കം ഫേവറബിൾ ദേ റിട്ടേൺ. ക്ലൈമറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ചു വരും. സച്ച് ബേർഡ്സ് ആർ കോൾഡ് മൈഗ്രേറ്ററി ബേർഡ്സ്. അതിനെയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ നെയിംസ് ഓഫ് മോർ മൈഗ്രേറ്ററി ബേർഡ്സ് ആൻഡ് റൈറ്റ് ഡൗൺ കളക്ട് പിക്ചേഴ്സ് ആൻഡ് അതിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒരു ആൽബം ഉണ്ടാക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബേർഡ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഹാവ് യു നോട്ടീസ്ഡ് പീപ്പിൾ ട്രീസ് ഗ്രോയിങ് ഇൻ ദ ടോപ്പ് ഓഫ് ദ സർട്ടൈൻ ബിൽഡിങ്സ്? ചില ബിൽഡിങ്സിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒരു ബന്ധമില്ലാണ്ട് ചില ട്രീസ് വളരെ നമുക്ക് കാണാം. ഹാസ് എനി വൺ പ്ലാന്റഡ് ഇറ്റ് ദർ? അത് ആരെങ്കിലും പ്ലാന്റ് ചെയ്യുന്നതാണോ? നോ. ഹൗ ആർ ദ ബേർഡ്സ് ബെനഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്? എങ്ങനെയാണ് ബേർഡ്സ് എല്ലാം എൻവയോൺമെൻറ്റിന് ഹെൽപ്ഫുൾ ആവുന്നത്? ഫസ്റ്റ് പോയിന്റ്, സീഡ് ഡിസ്പേഴ്സൽ. അവരെന്ത് ചെയ്യും? തിന്നുന്ന സീഡ്സ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടും, അതിൽ നിന്ന് പുതിയ പ്ലാന്റ് മുളച്ചു വരും നമുക്കറിയാം. സെക്കൻഡ് പോയിന്റ് നമുക്ക് പറയാം, ഹെൽപ്സ് ഫോർ പോളിനേഷന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പോളിനേഷൻ എന്താ? ഒരു പൂവിൽ നിന്ന് തേൻ കുടിച്ചിട്ട് മറ്റൊരു പൂവിൽ പോയിരുന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതിയ സീഡ് ഉണ്ടാവാനും ഫ്ലവർ ഉണ്ടാവാനും പ്ലാന്റ് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് ദേ കൺട്രോൾ ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റസ്. അവർ ഇൻസെക്ട്സിനെയും പെസ്റ്റസിനെയും കൺട്രോൾ ചെയ്യും. പിന്നെ ബാലൻസിങ് നാച്ചർ പറയാം. പിന്നെ ബ്യൂട്ടി ആൻഡ് ജോയ് അവർ തരും അല്ലേ. ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമുക്ക് ചൂടുകാലം ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ വെള്ളത്തിന് ക്ഷാമമാണ്. അപ്പോൾ കിളികളുടെ കാര്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടു protect birds from the heat and the drought in summer, we can provide birds with drinking water. അപ്പോൾ വെള്ളത്തിന് പോണ്ടിലെ വെള്ളമൊക്കെ വറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വെള്ളം വേണ്ടേ? അപ്പോൾ നമുക്ക് തന്നെ അവർക്ക് വെള്ളം കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഫോർ ദിസ് യു ക്യാൻ പവർ വാട്ടർ ഇൻ എർത്തേൺ പോട്ട്സ് ആൻഡ് കീപ്പ് അണ്ടർ ദ ട്രീസ് ഓർ ഇൻ എനി അതർ ഓപ്പൺ പ്ലേസസ്. ഒരു മൺപാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഓപ്പൺ പ്ലേസസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ കൊണ്ടുവച്ച് കൊടുക്കാം. ബി ഷുവർ ടു ചേഞ്ച് ദ വാട്ടർ ഫ്രീക്വൻ്റ്ലി ടു പ്രിവെൻറ്റ് മോസ്കിറ്റോസ് ഫ്രം ലേയിങ് ദെയർ എഗ്സ്. അങ്ങനെ കൊണ്ടുവയ്ക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ആ വെള്ളം ക്ലിയർ ചെയ്തിട്ട് വെള്ളം മാറ്റി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റപ്പ് എ പ്ലേസ് ഇൻ യുവർ സ്കൂൾ ടു പ്രൊവൈഡ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്. ഇതുപോലെ സ്കൂളിലും നിങ്ങൾ ഒരു പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക നമ്മുടെ ബേർഡ്സിനെല്ലാം ഫുഡും വാട്ടറും കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഗ്രേറ്റ് ഹോൺബിൽ ടുവാർഡ്സ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നുള്ള ഭാഗമാണ്. അതായത് നമ്മുടെ വേഴാമ്പലിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ദ ഗ്രേറ്റ് ഹോൺബിൽ ആൾസോ നോൺ ആസ് ഫാർമർ ഓഫ് ദി ഫോറസ്റ്റ്. ഫോറസ്റ്റിലെ ഫാർമർ എന്നാണ് നമ്മുടെ വേഴാമ്പൽ അറിയപ്പെടുന്നത്. ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. കേരളത്തിൻ്റെ ഒഫീഷ്യൽ ബേർഡാണ് ഇത്. നമ്മുടെ ഈ വേഴാമ്പൽ. ഇറ്റ് ഈസ് നൗ ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇപ്പോൾ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദ നമ്പർ ഓഫ് ബേർഡ്സ് ലൈക്ക് ഗ്രേറ്റ് ഹോൺബിൽ ആൻഡ് ഹൗസ് സ്പാരോ ഈസ് നൗ ഡിക്രീസിങ്. വാട്ട് കുഡ് ബി ദ റീസൺ? ഇപ്പോൾ ഹൗസ് സ്പാരോ ആയിക്കോട്ടെ അതുപോലെ ഈ വേഴാമ്പൽ ആയിക്കോട്ടെ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. എന്താണ് റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്. അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാത്തത്. ലാക്ക് ഓഫ് ടോൾ ട്രീസ്. വലിയ മരങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുന്നത്. ഹ്യൂമൻ പ്രസൻസ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് പൊല്യൂഷൻ പറയാം. ലോസ് ഓഫ് ഹാബിറ്റേറ്റ് പറയാം. അതായത് നമ്മൾ ട്രീസിലൊക്കെയാണ് അവരുണ്ടാവുക. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ കട്ടിങ് ഡൗൺ ഫോറസ്റ്റ് ഇല്ലാണ്ടാക്കണത്. ഹണ്ടിങ്. ഇത്രയും പോയിന്റ് നമുക്ക് അവിടെ പറയാം കേട്ടോ. ദ റെഡ് ഡാറ്റ ബുക്ക് ഈസ് എ ബുക്ക് ദാറ്റ് റെക്കോർഡ്സ് എൻഡാഞ്ചേർഡ് ആൻഡ് റെയർ സ്പീഷീസ്. അപ്പോൾ റെയർ സ്പീഷീസിൻ്റെ അതായത് അപൂർവമായി കാണുന്ന ഇതുപോലെ പക്ഷികളെയൊക്കെ കൊടുക്കുന്ന ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് കേട്ടോ. റൈറ്റ് ദ നെയിംസ് ഓഫ് യുവർ എൻഡാഞ്ചേർഡ് ബേർഡ്സ് ഓഫ് കേരള ഇൻ മൈ എൻവയോൺമെൻറ്റ് സയൻസ് ഡയറി. അപ്പോൾ സയൻസ് ഡയറിയിൽ എഴുതാൻ അങ്ങനത്തെ ബേർഡ്സിൻ്റെ പേര് ഏതൊക്കെ വരും? ഗ്രേറ്റ് ഹോൺബിൽ വരും,
വൈറ്റ് റംബഡ് വൾച്ചർ വരും, നീലഗിരി വുഡ് പീജിയൻ വരും, മലബാർ പീൽഡ് ഹോൺബില്ല് വരും, പിന്നെ നമുക്ക് ഇന്ത്യൻ സ്കിമ്മർ വരും. അപ്പോൾ ഇത്രയും ഭാഗം വെച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. അടുത്തത് ഒരു കാര്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ സലീം എന്ന് പറഞ്ഞിട്ടൊരാളാണ്. വെൻ സലീം വാസ് ബേർഡ് വാച്ചേഴ്സ് ആൻഡ് ഓർണിത്തോളജിസ്റ്റ്, പക്ഷി നിരീക്ഷകർ അല്ലേ. അപ്പോൾ വെൻ സലീം വാസ് 10 years old he shot a sparrow named മഞ്ഞത്താളി വിത്ത് ആൻ എയർ ഗൺ ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് ഗിവൺ ഹിം ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ അങ്കിൾ കൊടുത്തൊരു ഗണ്ണ് വെച്ചിട്ട് ഒരു സ്പാരോനെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സലീം ആൻഡ് ഹിസ് അങ്കിൾ ടുക്ക് ദിസ് ബേർഡ് ആൻഡ് വെൻറ്റ് ടു വിസിറ്റ് ദ അങ്കിൾ ഫ്രണ്ട് WS മിലാഡ് ആൻഡ് ഓഫീസർ ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി മുംബൈ. അപ്പോൾ അങ്കിളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സലീം ടു ദ കളക്ഷൻ ഓഫ് ബേർഡ്സ് പ്രിസർവ്ഡ് ആൻഡ് കെപ്റ്റ് അറ്റ് ദ സൊസൈറ്റി. അപ്പോൾ സലീമിന് കാണിച്ചു കൊടുത്തു. ഇറ്റ് ഇൻക്ലൂഡഡ് സ്പാരോ ലൈക്ക് മഞ്ഞത്താളി ദാറ്റ് സലീം ഹാഡ് ഷോട്ട്. ദിസ് വിസിറ്റ് മാർക്ക്ഡ് ദ ടേണിംഗ് പോയിന്റ് ഫോർ ഹിം. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത് ഈ സലീമിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി. ടു എ ബേർഡ് ലവർ ലേറ്റർ, പിന്നീട് അദ്ദേഹം ഒരു ബേർഡ് ലവർ ആയിട്ട് മാറി. ദിസ് ഈസ് ദ ബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി, ദ ഗ്രേറ്റസ്റ്റ് ബേർഡ് വാച്ചർ ഇന്ത്യ ഹാവ് എവർ സീൻ. ഇന്ത്യ കണ്ടിട്ടില്ലതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ബേർഡ് വാച്ചറാണ് അദ്ദേഹം. വി സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ November 12th ആസ് നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. അപ്പോൾ നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ എന്നാണ് November 12 ആണ്. അന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഡു യു നോ ദാറ്റ് എനി അതർ ബേർഡ് വാച്ചേഴ്സ്? അപ്പോൾ നിങ്ങളോട് കൂടുതൽ ബേർഡ് വാച്ചേഴ്സിനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രീ KK നീലകണ്ഠൻ, ആൾസോ നോൺ ആസ് ഇന്ദുചൂടൻ, ഇന്ദുചൂടൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഡോക്ടർ R സുഗതൻ കേട്ടോ, ഡോക്ടർ R സുഗതൻ. ഓക്കെ. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോളജി. അപ്പോൾ നമ്മൾ നേരത്തെ ബേർഡ് വാച്ചറിൻ്റെ കൂടെ ഒരു വാക്ക് കേട്ട് ഓർണിത്തോളജിസ്റ്റ്. അപ്പോൾ അതായത് ബേർഡ്സിനെ പറ്റിയുള്ള സ്റ്റഡീനെ പറയുന്ന പേരാണ് ഓർണിത്തോളജി കേട്ടോ. ബേർഡ് സാഞ്ചുറി. ദ ബേർഡ് സാഞ്ചുറി ഇൻ കേരള നെയ്മഡ് ആഫ്റ്റർ ഡോക്ടർ സലീം ഈസ് ദ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. ഡോക്ടർ സലീം അലിയുടെ ഇതാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി. അങ്ങനെയാണെങ്കിൽ ഈ പസിലൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം, നിങ്ങളത് നോക്കിയിട്ട് പസിൽ ഫില്ല് ചെയ്യാം കേട്ടോ. ഫസ്റ്റ്, ദ ഓൺലി ബേർഡ് സാഞ്ചുറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാംഗ്രൂവ് ഫോറസ്റ്റ്. മാംഗ്രൂവ് ഫോറസ്റ്റിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, നമുക്ക് പറയാം. മംഗലവനം പറയാം കേട്ടോ. ആൻസർ മംഗലവനം. നോൺ ആസ് ഡോക്ടർ സലീം അലി ബേർഡ് സാഞ്ചുറി ഏതാണ്? തട്ടേക്കാട് കേട്ടോ, തട്ടേക്കാട്. തേർഡ് വൺ, ദ ഓൺലി പീകോക്ക് സാഞ്ചുറി ഇൻ കേരള. പീകോക്ക് സാഞ്ചുറി ഇൻ കേരള എന്ന് പറയുന്നത് ഏതാണ്? ചൂളന്നൂർ, CHOOLANNUR കേട്ടോ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ബേർഡ് സാഞ്ചുറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വേർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. അതേതാണ്? കടലുണ്ടിയാണ് കേട്ടോ. അഞ്ചാമത്തെ, എ ബേർഡ് സാഞ്ചുറി ഇൻ വിച്ച് കോട്ടയം ഡിസ്ട്രിക്ട്. ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ബേർഡ് സാഞ്ചുറി കുമരകമാണ് കേട്ടോ. അപ്പം അത്രയും ഭാഗം വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. പിന്നെ നമ്മൾ കുറേ ബേർഡ്സുകൾ കാണുന്നുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനിയും നമ്മളോട് അതേപോലത്തെ ബേർഡ്സിനെ പറ്റി ഡിസ്കവർ ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെറ്റേഴ്സ് ആക്സസ് എന്നുള്ള ഭാഗമാണ്. ഫസ്റ്റ് നമ്മളോട് വരച്ചു കൊടുക്കാനാണ് പറയുന്നത് ഓരോ ബേർഡ്സിൻ്റെ ഫുഡ്. അപ്പോൾ ആദ്യത്തെ ഈഗിളാണ്, അത് റേറ്റാണ് വരിക. ക്രോ നമുക്ക് ആ പാഡി കൊടുക്കാം അല്ലേ. അടുത്ത ഗ്രെയിൻസ്. അടുത്തത് പാരറ്റാണ്, പാരറ്റ് ആ ഗോവ കൊടുക്കാം. ഓക്കെ. പിന്നെ നമുക്ക് സ്പാരോ വരും അല്ലേ. സ്പാരോ ഫോർത്ത് വണ് നമുക്ക് ആ ഫ്ലവർ, മറ്റേ ഫ്ലവർ ഈറ്റിംഗ് ബേർഡ്സിൽ വരുന്നതാണ്. ഫിഫ്ത്ത് നമ്മുടെ കിങ്ഫിഷർ ആണെന്ന് വിചാരിക്കുന്നു. കിങ്ഫിഷർ ആണ്. അപ്പോൾ അത് നമുക്ക് മറ്റേ ഫസ്റ്റ് ഫിഗർ ആയിട്ടുള്ള റാറ്റിൻ്റെ ഇതിൽ കൊടുക്കാം. അടുത്തത്, ഹായ് ദിസ് എ വുഡ് പെക്കർ റോബി ഷൗട്ടഡ്. റോബി പറയുകയാണിത് വുഡ് പെക്കർ ആൻഡ് ഹി സോ എ ബേർഡ് ബൈ ദ സൈഡ് ഓഫ് ദ പോണ്ട്. പോണ്ടിൻ്റെ സൈഡിലാണ് കണ്ടത്. ദ ബീക്ക് ഓഫ് ദ വുഡ് പെക്കർ ഈസ് നോട്ട് ലൈക്ക് ദിസ്. അപ്പോൾ അയാൻ പറഞ്ഞു വുഡ് പെക്കറിൻ്റെ ബീക്ക് ഇങ്ങനെയല്ല. ദെൻ വിച്ച് ഈസ് ദ ബേർഡ്? ഏതാണ് ആ ബേർഡ്? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കിങ്ഫിഷർ ആണ്. നിങ്ങളോട് അതിൻ്റെ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നോട്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോയിന്റ് നോട്ട് ചെയ്യാം.
ഫസ്റ്റ് ബ്രൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ബ്രൈറ്റ് വൈബ്രൻറ്റ് കളേഴ്സ്, നല്ല കളർഫുൾ ആയിട്ടുള്ള കളറല്ലേ ഉള്ളത്. പിന്നെ ലോങ് ഷാർപ്പ് ബീക്ക് എങ്ങനെയാണ്? ലോങ് ആണ്, ഷാർപ്പാണ്. പിന്നെ കോമ്പാക്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ബോഡിയാണ്. ഷോർട്ട് ലെഗ്സ് വിത്ത് സ്ട്രോങ് ഫീറ്റ്, ലാർജ് ഹെഡ് ആൻഡ് ഐസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഫീച്ചറായിട്ട് പറയാം കേട്ടോ. അടുത്തത് ആ ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യാനാണ്. നെയിം കൊടുത്തിട്ടുണ്ട് പാരറ്റ്, കളർ ഏതാണ്? ഗ്രീന്. ഫുഡ് എന്താ വരിക? ഗ്രെയിൻസ് വരും. ബോഡി ഫീച്ചേഴ്സ് ഗ്രീൻ ഇൻ കളറ്, റെഡ് ബീക്ക്, റോസ് ലൈൻ ഓൺ ദ നെക്ക്. നെസ്റ്റസ് ഏതാ? ട്രീ ഹോളോസിലാണ് ഇവർ കൂടുകൂട്ടുക. സെക്കൻഡ് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ എന്ത് എഴുതാം? ക്രോ എഴുതാം. ഫുഡ് എന്ത് പറയാം? ഫുഡ് വേസ്റ്റ് പറയാം, നമ്മുടെ കിച്ചൺ വേസ്റ്റ് പറയാം. പിന്നെ ബോഡി ഫീച്ചേഴ്സ് നമുക്ക് എന്ത് പറയാം? ബോഡി ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഇത് പറയാം, എന്താ പറയുക? ബ്ലാക്ക് ഇൻ കളർ, ഷാർപ്പ് ബീക്ക് ആണെന്ന് പറയാം കേട്ടോ. അടുത്തത് നമുക്ക് പറയണത് നെസ്റ്റസ് എന്താണ്? ശരിക്കും നമ്മൾ നെസ്റ്റ് ഉണ്ടാക്കിയതാണല്ലേ. അപ്പോൾ നെസ്റ്റ് മെയ്ഡ് ബൈ സ്റ്റെംസ് അല്ലെങ്കിൽ ലീവ്സ്, സ്റ്റെംസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മുടെ നെസ്റ്റ് എന്ന് പറയാം. അടുത്തത് സ്മോൾ ക്രീച്ചറിനെ ഈറ്റ് ചെയ്യുന്ന എന്താണ്? സ്മോൾ ക്രീച്ചറിനെ ഈറ്റ് ചെയ്യുന്ന കുറേ എന്താ പറയുക, കുറേ ബേർഡ്സ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പേര് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഔള് കൊടുക്കാം. കളറ് നമുക്ക് വൈറ്റോ ഗ്രേയോ ബ്രൗണോ, ഈ 3 കളറിലും അവൈലബിൾ ആണ് അല്ലേ. ബോഡി ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലാർജ് ഐസ് ആണ്. പിന്നെ നമുക്ക് എന്താ പറയുക? സ്ട്രോങ് ബീക്കാണ്. സ്മോൾ വിങ്സ് ആണ്. അപ്പോൾ ഇത്രയും പറയാം. നെസ്റ്റസ് നോ നെസ്റ്റ്, ഇവർക്ക് കൂടൊന്നുമില്ല. ഇവരെവിടെയാണ്? ട്രീ ക്യാവിറ്റീസിലാണ് ഇവർ താമസിക്കുക. അടുത്തത് ലോങ് ബീക്കുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ലോങ് ബീക്ക് ഉള്ളത് കിങ്ഫിഷർ ആണ് നമുക്ക് പറയാം. ലോങ് ബീക്ക്. കളറ് ബ്ലൂ പറയാം. ഫുഡ് എന്താ? ഫിഷസ് ആണ്. നെസ്റ്റസ് എന്താ? ബറോസ് ആണ്. ചിലതിൽ മാളങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ താമസിക്കുക പോണ്ടിൻ്റെ സൈഡിലൊക്കെ. ഫൈനലി നമുക്ക് വുഡ് പെക്കർ വന്നിട്ടുണ്ട്. ഗ്രീനിഷ് യെല്ലോ അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ ആണ് കളറ്. ഇൻസെക്ട്സ് വോംസിനെയാണ് കഴിക്കുക. പോയിൻറ്റഡ് ബീക്ക്, റെഡ് ക്യാപ്പ് ഓൺ ദി ഹെഡ്, ഹോളോസ് ഇൻ ട്രീസ്, ഇതിലാണ് അവർ താമസിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ താങ്ക് യു.